നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടൊന്നും വിശുദ്ധിയോടെ ജീവിക്കാൻ പറ്റത്തില്ല സഹോദരങ്ങളെ. പാപം നിറഞ്ഞ, വക്രത നിറഞ്ഞ, എല്ലാവിധത്തിലുള്ള ദുഷിപ്പും നിറഞ്ഞ ഈ തലമുറയിൽ വിശുദ്ധിയോടെ, ദൈവകൃപയോടെ, ദൈവവചനം അനുസരിച്ച് ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണമെങ്കിൽ ദൈവഭയത്തിൻ്റെ ആത്മാവിനാൽ നമ്മൾ പൂരിതരാകണം. നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനായി ദൈവഭയം നിങ്ങളിൽ ഉളവാക്കുവാൻ നിങ്ങളുടെ ദൈവം നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. എത്ര ശക്തമായ വചനമാണിത് എൻ്റെ സഹോദരങ്ങൾ. അപ്പോൾ ദൈവഭയം എന്ന് പറയുന്നത് ദൈവം ശിക്ഷിക്കുമോ എന്നുള്ള പേടിയല്ല, അത് മാനുഷികതയാണ്. ദൈവം എന്നെ നശിപ്പിക്കുമോ, ദൈവം എന്നെ തകർത്ത് കളയോ, ഇതൊക്കെ നമ്മുടെ മാനുഷിക ചിന്തകളാണ്. ദൈവഭയം നമ്മുടെ ദൈവത്തോടുള്ള ആ സ്നേഹത്തിൻ്റെ ഭയഭക്തി ആദരവാണ്. നാം പരിശുദ്ധ ബൈബിളിൽ കാണുന്നുണ്ട്. വെളിപാട് പുസ്തകം 1-ാം അധ്യായം 17-ാം വചനത്തിൽ മഹത്വപൂർണനായ കർത്താവിനെ അപ്പോസ്തലൻ യോഹന്നാൻ കണ്ടു കഴിഞ്ഞപ്പോൾ യോഹന്നാനുണ്ടായ അനുഭവം എന്താ സഹോദരങ്ങളെ? അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. വെളിപാട് പുസ്തകം 1:17 പറയാണ്, ഞാൻ അവന്റെ കാൽക്കൽ വീണു. ഗ്ലോറിയസ് ജീസസിനെ, ഈ യോഹന്നാൻ ശ്ലീഹ കർത്താവിന്റെ കൂടെ 3 കൊല്ലം കൂടെ നടന്ന യോഹന്നാനാ. എന്നാൽ മഹത്വീകൃതനായ കർത്താവിനെ കണ്ടപ്പോൾ, മഹത്വപൂർണനായ യേശുവിനെ യോഹന്നാൻ കണ്ടപ്പോൾ അവൻ മരിച്ചവനെ പോലെയായി. ആ ഗ്ലോറിയസ് പ്രസൻസിന്റെ മുൻപിൽ അവനിതാ കമിഴ്ന്നു വിടുകയാ, സാഷ്ടാംഗ പ്രണമിക്കുകയാ. ആ ഹോളി റെവറൻസ്, ഹോളി ഫിയർ. ഞാൻ അവന്റെ കാൽക്കൽ വീണു. എൻ്റെ സഹോദരങ്ങളെ, ഈ ദൈവഭയത്തിൽ നമ്മൾ വളരുവാനാണ് ഈ നാളുകളിൽ കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്.